ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നമ്മൾ കണ്ട ഏറ്റവും കരുത്തുറ്റ സൗഹൃദമായിരുന്നു പട്ട ഗേൾസ്. പക്ഷെ ഷോ കഴിഞ്ഞിറങ്ങിയപ്പോൾ ആ ബന്ധത്തിൽ വിള്ളലുകൾ വീണത് ആരാധകരെ ഒന്നടങ്കം നിരാശപ്പെടുത്തിയിരുന്നു. ഇനി ഒരിക്കലും അവർ ഒന്നിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞവർക്കും ആ പിണക്കം ആഘോഷമാക്കിയവർക്ക് മുന്നിലേക്ക് ഇത് അപ്രതീക്ഷിതമായൊരു മറുപടി എത്തിരിക്കുകയാണ്. മധ്യപ്രദേശിലെ ഒരു ഉദ്ഘാടന വേദിയിൽ എല്ലാ പിണക്കങ്ങളും മറന്ന് അനുമോളും ആദിലയും നൂറയും ഒന്നിച്ചിരിക്കുന്നു. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറെ പേരുടെയെങ്കിലും കിളി പോയിട്ടുണ്ടാവും. നമ്മുടെ സ്വന്തം പട്ട ഗേൾസ് അനുമോളും ആദിലയും നൂറയും ഒരേ വേദിയിൽ ചിരിച്ചു കളിച്ചു നിൽക്കുന്നു. ഇവര് തമ്മിൽ അടിയാണ്, ഇനി മിണ്ടില്ല, പണ്ടത്തെ ആ ചങ്ങാത്തം ഒക്കെ പോയി എന്ന് പറഞ്ഞു പരത്തിയവർക്ക് ആരക തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. പാര വെക്കാൻ നടന്നിയവർക്ക് കിട്ടിയ 8ന്റെ പണിയാണ്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ച് തന്നെ ഇവർക്കിടയിൽ കടുത്ത തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ കളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് പകരം അത് ഊതി വീർപ്പിക്കാൻ കുറേ പേര് നോക്കി. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരെയും മോശക്കാരാക്കി മാറ്റാനും ഇവർക്കിടയിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കാനും കുറച്ചുപേർ വല്ലാതെ കഷ്ടപ്പെട്ടു. അനുമോൾക്ക് അഹങ്കാരമാണ്, നൂറയും ആദിലയും ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഇവരെ തമ്മിൽ തല്ലിക്കാൻ നോക്കിയവരുടെ മുന്നിലൂടെയാണ് ഇവർ 3 പേരും കൈകോർത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഉദ്ഘാടന വേദിയിൽ വരെ നമ്മൾ കണ്ടത് ആ പട്ടകൾ സ്വൈബ് തന്നെയാണ്. ഇവർക്കിടയിലെ ആ ഒരു സ്നേഹം ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല എന്നവർ തെളിയിച്ചു. പുറത്തുനിന്ന് ആര് എത്ര കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയാലും മനസ്സിൽ ആത്മാർത്ഥമായ ഇഷ്ടമുണ്ടെങ്കിൽ ഏതൊരു വലിയ പിണക്കവും അലിഞ്ഞു പോകും. തങ്ങളെ സ്നേഹിക്കുന്ന ആരാധകർക്ക് വേണ്ടി എല്ലാ ഈഗോയും മാറ്റിവെച്ച് ഇവർ ഒന്നിച്ചത് കാണുമ്പോൾ ശരിക്കും അഭിമാനം തോന്നുന്നു. സൗഹൃദങ്ങളിൽ പിണക്കങ്ങൾ സ്വാഭാവികമാണ്, പക്ഷെ ആത്മാർത്ഥമായ ബന്ധങ്ങൾ എന്നും തിരിച്ചു വരിക തന്നെ ചെയ്യും. പുറത്തു നിന്നുള്ളവർ ആ പിണക്കം ആഘോഷിക്കാൻ നോക്കിയെങ്കിലും ആ വിള്ളലുകൾ മാറ്റിവെച്ച് ഇവർ ഒന്നിച്ചത് കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പട്ട ഗേൾസ് ഇനിയും ഒരുപാട് വേദികളിൽ ഒന്നിച്ചുണ്ടാകും. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് അവർ ഒന്നിച്ച ഈ കാഴ്ചയെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. മറ്റൊരു വിശേഷവുമായി നെഗറ്റീവ് ഗ്യാങ് വീണ്ടും വരാം.